ആ CPIയെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ആടി ഉലയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇത് CPI ആണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. CPIയെ UDFിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് UDF കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ്. ഇതേക്കുറിച്ച് പ്രതികരിക്കാനായി CPI ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ ആനി രാജയാണ് നമ്മളൊപ്പം ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ, ഇതെന്തായിരിക്കും ഇങ്ങനൊരു ക്ഷണത്തിനൊരു കാരണം? അല്ല, അത് സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല വന്നിരിക്കുകയാണ്, ശ്രീ അടൂർ പ്രകാശിന്. അപ്പോൾ അങ്ങനെ ചുമതലയിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കുറച്ച് ആളുകളുടെ ഞാൻ ഈ ഒരു പദവിയിലുണ്ട് എന്നുള്ളത് അറിയിക്കേണ്ടത് ഒരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ നടത്തിയ ഒരു എന്താണ് അഭിപ്രായമാവാം അത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് വസ്തുതകൾ അറിയാമെങ്കിലും അത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയാൽ അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇളക്കം വരുത്താനോ പറ്റുമെന്നാണ് അദ്ദേഹം കരുതിയ ഒരു പ്രയോഗം നടത്തിയതെങ്കിൽ അത് ഈ CPIയെയും ഇടതുപക്ഷ മുന്നണിയെയും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടുള്ള അറിവില്ലായ്മ കൊണ്ട് വന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഈ CPI എന്ന പാർട്ടി അതിൻ്റെ ബട്ടിൻഡ പാർട്ടി കോൺഗ്രസ്സിൽ അത് 1978 നടന്ന ബട്ടിൻഡ പാർട്ടി കോൺഗ്രസ്സിൽ എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമെന്ന് പറയുന്നത് ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അത്തരമൊരു മുന്നണി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് PK വാസുദേവൻ നായർ ആ പദവി രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ആ പദവി രാജിവെക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. അത് പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചാണ്. അതിൻ്റെ അധികാരത്തിന് വേണ്ടി അല്ല പോയെന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അധികാരത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുകയും വിജയിപ്പിക്കുകയും വേണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ഇടതുപക്ഷ ഐക്യം എന്നുള്ള ഒരു ആശയം ആ പാർട്ടി കോൺഗ്രസ്സിൽ ഉരുത്തിരികയും അതിനുവേണ്ടി ആ പദവി രാജിവെച്ചുകൊണ്ട് 1 വർഷമേ ആകുന്നുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട്. ആ സമയത്ത് തന്നെ അങ്ങനെയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പോലും ആ പദവി രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണമെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം പാർട്ടി കോൺഗ്രസ്സിൽ നടത്തി മുഖ്യമന്ത്രി പദം വിട്ടിറങ്ങി വന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. ആ CPIയെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ആടി ഉലയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇത് CPI ആണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് പ്രധാനമായിട്ടും മറ്റൊരു വാദം പറയുന്നത്, ഇപ്പോൾ നിലമ്പൂരിലെ വലിയ വിജയത്തിന് ശേഷമാണ് അടൂർ പ്രകാശ് ഇത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായി നിലവിലെ മുന്നണി സംവിധാനം പോരാ എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അല്ല, അതങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശരിക്കും സത്യമാകാനാണല്ലോ. കാരണം വെച്ചാൽ ഇത്ര വലിയൊരു വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ നേതൃത്വം മുഴുവൻ ഒന്നടങ്കം കൊട്ടിഘോഷിക്കുമ്പോഴും അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇടതുമുന്നണിയുള്ള ഒരു പാർട്ടിയോട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുമെന്ന് പറയുന്നത് തന്നെ ആ UDFിൻ്റെ കൺവീനർക്ക് ഈ വിജയത്തിലും വിശ്വാസമില്ല, ഇനി അങ്ങോട്ട് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിലും വലിയ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആരെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് വിജയിക്കാം. പക്ഷെ കൂട്ടാൻ നോക്കിയ കൂട്ടർ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കൂട്ടരാണ്. ആ കൂട്ടരെ ഈ രാജ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിനു വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണത്. അത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടത്തി ഒരുപാട് ആളുകളെ ജീവത്യാഗം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPI എന്ന പാർട്ടി. ആ CPI ആണ് മുഖ്യമന്ത്രി പദം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന പാർട്ടിയാണത്. അതുകൊണ്ട് ആത്മവിശ്വാസമില്ല എങ്കിൽ അതിന് വേറെ വഴി നോക്കണം. ആത്മവിശ്വാസം ഉണ്ടാക്കാനും പുതിയ വിജയങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി UDFിൻ്റെ കൺവീനർ അതിന് CPIയെ ഉപയോഗപ്പെടുത്താമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം. അവസാനമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ തന്നെ CPMൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറയുന്നുണ്ടായിരുന്നു, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നലെ 50 വർഷം തികഞ്ഞതാണ്, ഈ സമയത്ത് CPMകാരെ ഒറ്റുകൊടുത്തതായിരുന്നത്. അങ്ങനെ ആ തരത്തിലുള്ളൊരു പാർട്ടിയുടെ അകത്ത് ഒരു ചർച്ച, ഒരു പ്രശ്നമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഈ കോൺഗ്രസുമായിട്ട് കൂടുതൽ അടുക്കണം, കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അത്തരത്തിലൊരു കൂടുതൽ അടുപ്പം കോൺഗ്രസും ഈ CPIയും തമ്മിലുണ്ടോ? കാര്യം ഒരു കാലത്ത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അച്യുതമേനോൻ സർക്കാരിന് കോൺഗ്രസ് ആയിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്. അതുകൂടി വെച്ചിട്ട് ചോദിക്കുകയാണ്.
അല്ല ഇതിൽ ഈ ഞാൻ വീണ്ടും പറയുകയാണ് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് CPIയെ കുറിച്ച് ദോഷം പറയുന്നവർ വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അതേ CPI ആണ് ഞങ്ങൾ പിന്തുണച്ചു. പക്ഷേ ആ പിന്തുണയുടെ ഉണ്ടായിരുന്ന കാലത്താണ് ഈ രാജ്യത്തെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി തീരുമാനങ്ങൾ അന്നത്തെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് എടുത്തതെന്നുള്ളത് ഒരു ഭാഗത്ത്. പക്ഷേ എന്നാൽ അതിനപ്പുറത്ത് അത്തരം നല്ല തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് അത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വിരുദ്ധമായിട്ട് മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ആ ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അതേ പിന്തുണച്ച അതേ CPI ആ പിന്തുണ പിൻവലിച്ചുകൊണ്ട് പുറത്തു വന്നു. അതുകൂടി പറയാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചങ്കുറ്റം ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നവർ കാണിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കോൺഗ്രസുമായി ഉള്ള ബന്ധം അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൊല്ലം കോൺഗ്രസ്സിൽ ഈ രാജ്യത്ത് ഇന്ന് 2014 മുതൽ ഇങ്ങോട്ടേക്ക് ഈ രാജ്യം ഭരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ ഈ രാജ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്. ആ വെൽഫെയർ സ്റ്റേറ്റിനെ ഒരു ഹിന്ദുത്വവാദി ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ് ആക്കാനുള്ള ഇന്ന് ഫാസിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടില്ല, പക്ഷേ അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും പാർലമെൻറ്റിനെയും അതുപോലുള്ള എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ CPI മാത്രം വിചാരിച്ചാൽ അതിനെ തടുത്തു നിർത്താനാവില്ല. ഇടതുപക്ഷം എല്ലാം കൂടി ചേർന്ന് നിന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ അത് സാധ്യമാവുമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൊല്ലം കോൺഗ്രസ്സിൽ തീരുമാനിച്ചത് ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളും വ്യക്തികളും ആ മനസ്സുള്ള വ്യക്തികളും ഒക്കെ തന്നെ എല്ലാവരുടെയും കൂടി ഒരു യോജിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് മാത്രമേ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് മതേതര ഇന്ത്യയെയും ഈ ക്ഷേമരാഷ്ട്രമെന്ന ആശയത്തെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാനാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ അത്തരമൊരാശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അത് മതേതര ജനാധിപത്യ പാർട്ടികളിൽപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. നിലപാട് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആനി രാജ പറഞ്ഞിരിക്കുന്നത്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയതലത്തിൽ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഇടതു മുന്നണിയിൽ കേരളത്തിൽ ഉറച്ചു തന്നെ നിൽക്കാനാണ് CPMൻ്റെ ഒപ്പമുള്ള ആ ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് CPIയുടെ അഭിപ്രായം. ഇനി മറിച്ചാണ് അടൂർ പ്രകാശ് ചിന്തിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി എന്ന് തന്നെയാണ് ആനി രാജ നമ്മോട് പറയുന്നത്. ആരിഫ് മുഹമ്മദിനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.